ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്ന എല്ലാ മേഖലകളെയും സർവശക്തനായ ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും വചനവും നമ്മളിൽ നിറയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ ദിവസങ്ങളിൽ ഒരു ദൈവ സ്നേഹം നമ്മുടെ അകത്ത് വെളിപ്പെടേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് ദൈവസ്നേഹം ഉണ്ടായിരിക്കണം, നമ്മുടെ ആരാധനകൾക്കകത്ത് ദൈവസ്നേഹം ഉണ്ടായിരിക്കണം, നമ്മുടെ സൊസൈറ്റിക്കകത്തുള്ള എല്ലാവരോടും നമുക്കൊരു ദൈവ സ്നേഹം ഉണ്ടായിരിക്കണം. 1 യോഹന്നാൻ 4:8 പറയുന്നു, ദൈവം സ്നേഹം തന്നെ എന്നാണ്. നമ്മുടെ പ്രാർത്ഥനാ മുറികൾക്കകത്ത് ഈ ദിവസങ്ങൾ ആ ദൈവസ്നേഹം പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ചില ദൈവിക മാറ്റങ്ങളുടെ തുടക്കം ആ പ്രാർത്ഥനാ മുറിയിൽ നിന്നും നാം പുറത്തു വരുമ്പോൾ സംഭവിക്കും. ഈ ദിവസങ്ങൾ ദൈവസ്നേഹത്തോടു കൂടിയ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന അത് നിവർത്തിക്കുവാനുള്ള ഒരു കാരണമായി തീരും. ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവിക സന്ദേശം ഇതാണ്: പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ നമ്മൾ പ്രബോധിപ്പിക്കുന്ന പ്രാർത്ഥന സന്ദേശങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം എന്നിലും നിങ്ങളിലും ഉളവാകുന്നതിലേക്ക് വേണ്ടി ദൈവം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യം ഇന്ന് പകലിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. ഞാൻ മുഴങ്ങുന്ന ചെമ്പോ തിളങ്ങുന്ന കൈത്താളമോ അത്രേ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് ദൈവസ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ദൈവസ്നേഹത്തിലാണ് നാം എല്ലാ മേഖലകളും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി എന്ന് വെച്ചാൽ അവന്റെ പഴയ സ്വഭാവം, അവന്റെ ക്യാരക്ടർ മാറുകയാണ്. ഒരു പുതിയ ക്യാരക്ടർ നമ്മുടെ അകത്ത് വരികയാണ്. ആ ക്യാരക്ടർ എന്താണ്? ദൈവസ്നേഹം എൻ്റെ അകത്തേക്ക് കടന്നു വന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ സ്നേഹം എന്താണ്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തുള്ളതിനെയും ലോകത്ത് സൃഷ്ടിച്ച എന്നെയും ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് ആദാമ്യ പാപത്തിൽ കിടന്ന നമ്മെ വീണ്ടെടുക്കുവാൻ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ ആ ദൈവസ്നേഹം എൻ്റെ അകത്ത് വെളിപ്പെട്ടപ്പോൾ എൻ്റെ കൂടെയുള്ള ശത്രുക്കളെ സ്നേഹിപ്പാൻ, എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ആ ദൈവസ്നേഹം എന്നെ പ്രേരിപ്പിച്ചു. ഈ ദിവസം നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് വെളിപ്പെടേണ്ട ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെട്ടാൽ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത ചില മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യാൻ പറയും. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ, മറ്റുള്ളവരെ അണയ്ക്കുവാൻ, അവരുടെ പ്രയാസഘട്ടങ്ങളിലും അവരുടെ പ്രതികൂല അവസ്ഥയിലും നമുക്ക് അവരെ സഹായിക്കാൻ പറ്റിയാൽ, ഒരു ദിവസം നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കുവാൻ ഇടയായി തീർന്നാൽ അതിനകത്ത് ദൈവസ്നേഹം വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ ദിവസം നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആ ദൈവ സ്നേഹത്തിൽ നിറയപ്പെടുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം എൻ്റെ അകത്ത് വെളിപ്പെടട്ടെ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുവാൻ, സഭയ്ക്കകത്താകട്ടെ, സൊസൈറ്റിക്കകത്താകട്ടെ, കുടുംബത്തിനകത്താകട്ടെ, വ്യക്തിപരമാകട്ടെ, എന്തിനേറെ എന്നെ തന്നെ സ്നേഹിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലുള്ള ഒരു പ്രാർത്ഥന എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.